ഇടേ അൻസാറേ, പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണ് പെരുമാറ്റം നമ്മുടെ അണികളുടെ. ഞാൻ ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞ സംഭവം നീ വല്ലതും അറിഞ്ഞോ? അല്ല, നിനക്കറിയണ്ടല്ലോ. പക്ഷേ എന്നെ ഇന്നലെ കാര്യമായിട്ട് ബാധിച്ചു. എടാ, ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട്, ഇന്നലെ മീറ്റിങ്ങിന് നമ്മൾ 20 പേരെ ആണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. ആ 20 പേർക്ക് എന്ത് ചെയ്തു? 20 വടയും 20 ചായയും ഞാൻ പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ താഴെ വന്നപ്പോൾ എനിക്ക് ചായ കിട്ടി, പക്ഷേ എനിക്ക് വെച്ചിരുന്ന ഉഴുന്നുവട കാണാനില്ല. അത് പ്രശ്നമാണ് സാറേ, അത് പ്രശ്നമാണ്. 19 പേരെ മീറ്റിങ്ങിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു വട അധികമാണ്. അപ്പോൾ ആരോ ഒരാൾ 2 വട കൈയിട്ടെടുത്തു. അൻസാറേ, നിനക്ക് നിസ്സാരമായിരിക്കും, പക്ഷേ നേതാവായ എൻ്റെ വട കൈയിട്ട് വാരിയവൻ പുറത്ത് വേറെടുത്ത് പോയി എന്തായിരിക്കും കാണിക്കുന്നത്? ഇല്ലില്ല, ഇതിനെതിരെ ഞാൻ പറയില്ലേ, നീ എനിക്ക് അതിൻ്റെ ആരാണ് അത് എടുത്തതെന്നുള്ളത് എനിക്ക് നീ അന്വേഷിച്ച് കണ്ടെത്തി തരണം. ഇല്ലെങ്കിൽ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിനെ ഇത് ബാധിക്കും. കേട്ടാ? ഞാൻ 19 വട എഴുതുള്ളൂ. അതത്രേ ഉള്ളൂ. നീ കണ്ടുപിടിച്ചാ. അതിനുവേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചോ. ആയിക്കോട്ടെ, ശരി. എന്ത് ചെയ്യുമെന്ന് ആലോചിക്ക്. വകതിരിവില്ലാത്ത കുറേ എണ്ണം മീറ്റിങ്ങിന് ചായയും വടയും തിന്നാൻ വേണ്ടി വരണ പോലെയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് വേണമെന്ന്. ഇത് പാർട്ടിയുടെ അച്ചടക്കമൊന്നുമല്ല, ഇല്ല പാർട്ടിയുടെ ദാരിദ്ര്യം എന്ന് വേണം പറയാൻ. വട മൂട്ടിച്ചില്ല അണികൾ, ആ വടക്കെ കണക്ക് പറയാൻ ഒരു നേതാവ്. ഓരോന്നിനും ഓരോ കണക്കുണ്ട്. ഇതൊക്കെ ഞാൻ പറയില്ലേ, ഈ അടിസ്ഥാനം എന്ന് പറയണതേ ഇത് തന്നെ. ഇപ്പോൾ ചിട്ടയായിട്ട് പോയി കഴിഞ്ഞാൽ അവനവന് വെച്ചേക്കണം വടയും ചായ എടുത്തു കഴിഞ്ഞാൽ വേറെ എവിടെ പോയാലും വേറെ തന്നെ കൈട്ടെടുക്കൂല. ആ ഒരു ചിട്ട അത് മനസ്സിലെപ്പോഴും ഉണ്ടാവും. അതാണ് പാർട്ടി പഠിപ്പിച്ചു വിടുന്നത്. അവിടെ അച്ചടക്കൽ എങ്ങനെ കാണിച്ചാൽ നടപടി എടുക്കണം. എനിക്ക് ചായ പറ്റിയിട്ടുണ്ടോ? നിനക്ക് ചായ അല്ല, അവിടെ തേയിലയുണ്ട്, പഞ്ചസാരയുണ്ട്, വെള്ളമുണ്ട്. ഉണ്ടാക്കി കുടിക്കാമെങ്കിൽ കുടിച്ചോ. നീ ഇത് എത്ര സമയം പൂത്ത് കിടന്ന് ഉറങ്ങണം? നിനക്ക് എവിടെ നൈറ്റ് ഡ്യൂട്ടി വല്ലതും ഉണ്ടായിരുന്നു? എനിക്ക് ഇന്നലെ ചെറിയൊരു സാധന കൈമാറ്റ കച്ചവട പരിപാടി ഉണ്ടായിരുന്നു. റൊണാൾഡേ, പത്രത്തിലും ടി വിയിലും ഒക്കെ ഇത് വാർത്ത കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലഹരിക്കെതിരെയുള്ള പരിപാടികളാണ്. അത് പല തോന്നിയ ദിവസം കാണിച്ചിട്ട് അവസാനം പറഞ്ഞോണ്ട് വരുന്നേ, ഒരിടത്തുനിന്ന് വീട്ടു സാധനങ്ങൾ വേറെടുത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് സാധന കൈമാറ്റം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കൈമാറി വേറെടുത്ത് താഴത്തെ തലേന്ന് ചുമ്മി മേളിൽ കൊണ്ടുപോയി. എവിടെ? കനമച്ചമ്മയുടെ ഏർപ്പാടായിരുന്നു. അത് ശരി. അപ്പൊ പൈസ ഒന്നും കിട്ടി കാണുമല്ലോ, നക്കാപ്പിച്ചാലും പൈസ കിട്ടി. ഇത് എവിടെ? പഴയ പിരിഞ്ഞ മമ്മൂട്ടി സാറില്ലേ, വീണ്ടും തിരിച്ചു വരുന്നത്. ആ വായി നോക്കി വീണ്ടും കെട്ടിയെടുക്കണ. തമ്മിയുടെ വീടിന്റെ മേളിൽ തന്നല്ലേ തന്നെ. എവിടെ? വീടിന്റെ മേളിൽ തന്നെ. നേരത്തെ മമ്മൂട്ടി സാർ താമസിച്ചില്ല, അവിടെ തന്നെ. വീണ്ടും ഇവിടെ തന്നെ കെട്ടിയെടുത്ത്. എവനായിരിക്കും എല്ലാം കൂട്ടുന്നത്. ആ തമ്പിയുടെ സ്വസ്ഥത കളയാൻ തന്നെ. സ്വസ്ഥത ഇന്നലെ പോലെ പോയി. ഇന്നലെ രാത്രി പോലെ കരിപ്പായിരുന്നു. ഞങ്ങളിവിടെ 2-3 പേരോടെ സാധനം കൊണ്ട് ഇറക്കാൻ നേരം ലോഡിങ്ങാരെ കൊണ്ട് വന്നിട്ട് നോക്കൂലിയുടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാ. കനമച്ചമ്മി ബ്ലോക്ക് ചെയ്ത് അവിടെ നിന്ന് മുറുകുറുക്കുമായിരുന്നു. അങ്ങനെ സമാധാനം പോയി. കറക്റ്റാ. ഒരു പണി കൂടും. എന്താ ചെയ്യുന്ന? പോലീസുകാരാന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ബഹളം പാടില്ല. എന്തിനു മനുഷ്യൻ രാവിലെ ഇടന്ന് കാരണ? നീ ഇങ്ങോട്ട് വന്നേ. കാണിച്ചുതരാം. ഈ കാണുന്ന കാട്ടായം കണ്ടോ? പുതിയ താമസക്കാരുടെ ലീലാവിലാസങ്ങളാ. മേളിൽ നിന്നുള്ള ചപ്പയവർ മൊത്തം വാരി വലിച്ചിട്ടിരിക്കുക. ഇത് ഞാൻ രാവിലെ തൂത്ത് അങ്ങോട്ട് നീക്കി വെച്ചതല്ലേ. എങ്ങനെ ഇവിടെ വന്നത്? അത് ശരി, നിന്നോട് പറഞ്ഞോ ഇത് തൂത്ത് വെച്ചിരിക്കാന്ന്? എന്നോട് അയാൾ പറയാൻ പറഞ്ഞോ? രാവിലെ അനാവശ്യം പറയാതെ തമ്പിച്ചേട്ടാ. എടി, ഇന്നലെ രാത്രി മൊത്തം സാധനങ്ങൾ കേട്ടതിന്റെ പേര് പോലീസുകാരെ കിടന്ന് ബഹളം വെച്ചാൽ നീ കേട്ടില്ലേ? എറണാകുളത്ത് ഒച്ചപ്പാടും ബഹളമായിരുന്നു. ഇന്ന് രാവിലെ പാട്ട് വെച്ചാൽ കേട്ടോ, മനുഷ്യന്റെ ചെവിക്കല് തകർന്നില്ല പാട്ട് വെച്ചിരിക്കുന്നത്. ശബ്ദമലിനീകരണമാ. അതിനിപ്പോ എന്താന്നോ? ഇത് നമുക്കൊരു പരാതി കൊടുക്കണം. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാം. കൊള്ളാം. പോലീസുമാർക്കെതിരെ പോലീസ് സ്റ്റേഷന് പരാതി. നിങ്ങൾക്ക് ഒരു തൊഴിലും ഇല്ലേ രാവിലെ? എന്നൊരു കാര്യം ചെയ്യും, തൊഴിലാതെ നിൽക്കുന്ന എനിക്ക് നീ ഒരു പുതിയ തൊഴിൽ മേടിച്ചതാ. അത് ഞാൻ തരാം. രാവിലെ പരാതി കൊണ്ടങ്ങോട്ട് പോകുമല്ലോ, അപ്പൊ നല്ല തൊഴിൽ കിട്ടും. അത് വാങ്ങിച്ചോണ്ട് വാ.
ഇത് ഞാൻ വെറുതെ വിടത്തില്ല. ഇത് പരാതി കൊടുത്തേ പറ്റൂ. ആഹാ, അമ്മ എന്നാ ഡാൻസ് ക്ലാസ്സിൽ എന്റെ വിരലിടിച്ചെന്ന് പറഞ്ഞില്ലേ ഡോറയില്? ഇപ്പൊ ഇല്ല, ഈ വിരൽ ഇങ്ങനെ മടങ്ങുന്നില്ല. എന്റെ തൈലം ഒന്നും തരുന്നത് ഈ വെള്ള ഓ ഓ അയ്യോ ഇരിക്കേ ഞങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഞങ്ങളെ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങോട്ട് ഒന്ന് കാണാൻ വിചാരിച്ചു. തന്നെ ആ സുഖം സുഖം. എങ്ങനെയുണ്ട് പുതിയ വീട്ടിലെ താമസമൊക്കെ? എന്തോന്ന്, നമ്മൾ ആദ്യമായിട്ടല്ലേ, കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെ താമസം. എങ്ങനെയുണ്ട്? അയ്യോ ഭയങ്കര കൊതുക. അത് കാടുള്ളോണ്ടേ പച്ചപ്പ് ഒരുപാട് ചെടി വളർന്ന് കിടക്കുകയല്ലേ. ഈ വെളിയിൽ നിന്ന് കാണുന്നവർക്ക് ഭയങ്കര സന്തോഷം തോന്നും. ആ നല്ല മരമുണ്ട്, നല്ല മാവുണ്ടെന്നൊക്കെ. താമസിക്കുന്നവരെ കൊതു കടിച്ച് പോകണ്ടെന്നുള്ള നമുക്കല്ലേ അറിയാവൂ. ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട്. നിങ്ങൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് നല്ലടി. എന്താ നമ്മ സുഖം തന്നെ? ആ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു മക്കളെ. അല്ല, താഴെ തങ്കത്തിനെ കാണാനില്ല അവിടെയൊന്നും. അയ്യോ അവള് പാലായിലോട്ട് പോയി. അതിന് പിന്നെ ക്ലീറ്റസിന്റെ പപ്പയ്ക്ക് ഇവിടത്തെ കൊച്ചി ചെറുക്കനെ ചക്കുടൂനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അങ്ങനെ കൊണ്ട് കാണിക്കാൻ പോയിരിക്കും. ഇല്ലേ കഴിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല അയലോക്കാരാണ് കേട്ടോ. ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്ന. എങ്ങനെയുണ്ട് താഴത്തെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? എന്തോന്ന് പറയാൻ, ഇത്തിരി പാട്ട് ഉറച്ചു വെച്ചെന്നും പറഞ്ഞ് വയറ് നിറച്ച് കിട്ടി. സാറ് നോക്കിയോ, ഞാൻ ഇവിടുന്ന് പോകുന്നതിനാകുമ്പോ വെച്ച് ആ തമ്പിരെ കാലടിച്ചു ഓടിച്ചിരിക്കുന്നു. നോക്കിയോ സാറ്? അതൊന്നും വേണ്ട, അതായത് പാട്ടത്തിന് പതുക്കെ വെച്ചാൽ പോരെ. ഒരു ലഹളയ്ക്കൊന്നും പോകണ്ട, അതാ നല്ലതല്ലേടാ. അമ്മ എന്നെ കാണുമ്പോ ഒരുമാതിരി, ഞാൻ സാധനം കൊണ്ട് ഇറക്കിയപ്പോ തന്നെ ഒരുമാതിരി അർത്ഥം വെച്ചുള്ള നോട്ടവും പുള്ളിയുടെ ഒരു രൂപവും ശൈലിയൊക്കെ അങ്ങനെയാണ്. അതാണ് അത് നമ്മളെ കാര്യം. പാവമാണ്. അമ്മ കാല് ചവിട്ടി കൊടുക്കുന്നു, പോലീസ് ഇറങ്ങി അങ്ങനെ ചുമ്മാ നമ്മുടെ ശീലിച്ചു. ഇങ്ങനെ പറഞ്ഞ് വരട്ടി ശീലിച്ചു. അങ്ങനെ ഒന്നും ചെയ്യൂല. അത് ചെറിയ വരട്ടൊന്നും അല്ല, ചിലപ്പോ നടക്കും. നോക്കൂ, ഇല്ലി കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കണേ. തണുത്ത വെള്ളം എടുത്തോ, ഭയങ്കര ചൂട്. പിന്നെ ഞാനും കൂടെ പോയി എന്തെങ്കിലും ഉണ്ടാക്കാനോ സഹായിക്കാം. പാവം പെണ്ണ് ഒറ്റയ്ക്ക് കിടന്ന് പിടയ്ക്കണം. ഇരുന്ന് സംസാരിച്ചു. തൈലം വെള്ളം എടുത്തു കൈ പയ്യ പെണ്ണിട്ട് ഡാൻസ് കളിച്ചിട്ട് കൈ അങ്ങനെ ഇരുന്നിട്ട്. തന്നെ അസോസിയേഷൻ്റെ കാര്യം എന്തായി? സുരേഷ് വരുന്നുണ്ട്. സുരേഷ് ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ കണക്ക് കടലിന്റെ മക്കളാ കടലിന്റെ ചെമ്പിയേ. എന്താടാ രാവിലത്തെ കാപ്പിടി പുറത്തുനിന്നാക്കിയാലോ? ഇപ്പൊ ഇച്ചിരി ഉപ്മാവ് റവ ഇരിക്കല്ലോ, ഉപ്മാവ് ഉണ്ടാക്കി ഇവിടെ കഴിച്ചാൽ പോരെ? അതല്ലേ സ്ഥിരം ഇവിടെ ജയിലിലെ ഗോതമ്പുണ്ടെന്ന് പറയുന്ന പോലെ എന്നും ഉപ്പുമാവ് ഉപ്പുമാവ് ഉപ്പുമാവ്. അതെങ്കിലും കിട്ടണുണ്ടല്ലോ. സംസമിൽ പോയിട്ട് നല്ല ചൂട് ബീഫ്, നല്ല പറ്റ ബെജി പൊറോട്ട സാധനമുണ്ട്, ബലൂൺ പൊറോട്ട. എടാ രാവിലെ അല്ലേ, രാവിലെ എന്തെങ്കിലും പച്ചക്കറി കഴിക്കും, ഉച്ചയ്ക്ക് ഇറച്ചിയൊക്കെ കഴിക്കാം. നീ വല്ല ആര്യാസിൽ പോയിട്ട് എന്തെങ്കിലും വല്ല ദോശയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചുണ്ടോ? പക്ഷേ മച്ചമ്മക്ക് ദോശ വേണോ പൂരി വേണോ, എന്ത് വേണോ? എടാ എനിക്ക് ദോശ മതി. അപ്പൊ ഒരു പ്ലെയിൻ ദോശ മാത്രം. ആ, മതി. ഓക്കെ ഓക്കെ. തമ്പി കട റിപ്പോർട്ട് വീണ ഞാനേ ആ ഒരു പരാതി ബോധിപ്പിക്കാൻ വേണ്ടി വന്നതാ. അല്ല, നാടകം ഇല്ലാത്തതിൻ്റെ വല്ലതാണെങ്കിൽ ഞാൻ നമ്മളെ ജില്ലാ സമ്മേളനത്തിൽ ഒരു നാടകം വയ്ക്കാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അയ്യോ അതൊന്നുമല്ല, പിന്നെ എൻ്റെ വീടിൻ്റെ മേളിലെ ആ പഴയ പോലീസുകാരനില്ലേ, പുള്ളി വീണ്ടും താമസത്തിന് വന്നിട്ടുണ്ട്. എൻ്റെ ക്ലീറ്റോ ശല്യമെന്ന് പറഞ്ഞ രാവിലെ വേസ്റ്റ് മൊത്തം മുറ്റത്ത് വാരി വിതറിയിട്ടിരിക്കുക. അതുപോലെ പാതിരാത്രിക്ക് പത്തുളുപ്പില്ലാതെ ഒറ്റച്ച് വെച്ചിരിക്കുക. വീട്ടിലിരിക്കാൻ പോയി. കാര്യം പോലീസുകാരനെ എനിക്കൊരു പരാതി കൊടുത്ത് പറ്റും. അപ്പം ആ പോലീസുകാരനെ കൊണ്ട് കുറച്ചു കാലം ഇല്ലാതെ വീണ്ടും താമസിക്കാൻ വേണ്ടി വന്നിരിക്കുക അവിടെ. പോരായ്മയൊന്നുമില്ലല്ലോ അല്ലേ? മതി, ഇത്രയൊക്കെ മതി. ഇപ്പം എന്താ ചെയ്യണ്ടേ? ഈ പോലീസുകാരനെയൊക്കെ ഒതുക്കുക ഇത് തന്നെ ധാരാളം തമ്പിയാണ്. ആ തമ്പിയേട്ടാ, ഈ ഒരു പോലീസുകാരനല്ലേ, നിങ്ങൾ പേടിക്കാതിരി. എന്തിനാ പേടിക്കണേ? അല്ലേ, എനിക്ക് പേടിക്കാൻ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോലീസിനെ പേടി. എന്ത് സംഭവം? ദാമ്പത്യം തകർന്ന പോലീസ് എന്നൊരു നാടകം, ഗംഭീര നാടകമായിരുന്നു. ഞാനതിലെ നായകനാ, പോലീസ് വേഷമാണ്. ഓ ആ നാടകം ഈ വിഡ്ഢിവേഷം കെട്ടുന്ന ഒരു പോലീസിന്റെ ഒരു സംഭവമാണ് സംഭവം. നാടകം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഇരുന്നൂറിൽ ഈ മേക്കപ്പ് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറിജിനൽ പോലീസുകാരൻ വന്നില്ല. ആദ്യമൊക്കെ ഒരു 5-8 പത്തടിയാ. പോലീസുകാരന്റെ പേര് കളയാൻ നടക്കണ ആ പട്ടിയും ചോദിച്ചു. അതിപ്പോ പേടിയായി. ഈ പോലീസുകാർക്ക് പറഞ്ഞില്ലേ, അവരുടെ കുറവുകളൊക്കെ നമ്മൾ പുറത്ത് കാണിച്ച് അവർക്ക് ഇപ്പോഴും പ്രശ്നമാണ്. ആ അതെ, അപ്പൊ ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എനിക്ക്. അതൊക്കെ ഞാൻ ചെയ്തു തരാം. ഈ നിങ്ങളൊരു കാര്യം പറയട്ടെ,
ഈ പോലീസുകാരെ ഡ്രസ്സ് എന്താ കാക്കിയല്ലേ? അതെ. ഓട്ടോറിക്ഷക്കാരന്റെ ഡ്രസ്സും കാക്കിയല്ലേ? ഇതെല്ലാം തുല്യമാണ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. കാക്കി എന്ന് പറഞ്ഞാൽ പലവിധമാണ്, പക്ഷെ സ്വഭാവം വേറെയാണല്ലോ. അതാണ്. പക്ഷെ ഈ സ്വഭാവക്കാരെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന ഒരേ ഒരു കളറാണ് ദാ ഈ കിടക്കുന്ന വെള്ള. ഇതങ്ങോട്ട് ഇട്ടിട്ട് ചെന്നിറങ്ങി നിന്ന ഏത് കാക്കിയും ഇങ്ങനെ വന്ന് കുമ്പിടും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നതും ഒന്ന് കുമ്പിട്ടതും. ഓ. എനിക്കൊന്ന് പരിഹാരം ഉണ്ടാക്കി തരണം. പിന്നെ എന്ത് തമ്മേനെ ധൈര്യമായിട്ട് പോ. ഇവിടുന്ന് നമുക്ക് എങ്ങോട്ട് മാറ്റണമെന്നുള്ളത് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ സ്ഥലം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കി. അത് തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചു. ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിന്റെ അകത്ത് ബോർഡർ മാക്സിമം നമുക്ക് എവിടെയെങ്കിലും വിടാം. പറ്റുമെങ്കിൽ വടകേണ്ടിക്ക് വീശിക്കോ. വടകേണ്ടി തന്നെ അത് ആയിക്കോ. നമ്മളെ കയ്യിലല്ല. ഇല്ല. ഇല്ല, നമുക്ക് കേരളത്തിനകത്തിട്ട് കളിപ്പിക്കാനേ പറ്റും. എവിടായാലും എനിക്ക് അത് സ്വന്തം കേന്ദ്രത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ആയിക്കോട്ടെ. തമ്മിടും ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. ശരി എന്നാ ഓ. പറഞ്ഞാലും വെളിയിലോട്ടൊന്നും പോകണ്ടേ? ആ പോണം, നിങ്ങളുടെ പരിപാടി ഉണ്ട്. ഞാൻ തേച്ചോണ്ടിരിക്കുകയായിരുന്നു. ശരി ശരി. മിസ്റ്റർ മമ്മൂട്ടി, താങ്കൾക്ക് കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് പോയി ഒരു ട്രോഫി മേടിക്കാനുള്ള വഴി ഞാൻ ഉടനെ ശരിയാക്കി തരണം. ഞാൻ പറയുന്നത് ഈ നമ്മൾ പരിപാടി അവസാനിക്ക് തൊട്ട് മുമ്പായിട്ടെ ഒരു വൈൻഡപ്പ് പോലെ നമുക്ക് ലില്ലിയുടെ സൂഫിയുടെ കൊണ്ട് ഒരു ഡാൻസ് വെച്ചാലോ? അത് കോളേജ് പഠിക്കുമ്പോ ഞാൻ മെമിക്രി അല്ലായിരുന്നു, അത് വെച്ചാ പോരെ. ഇവിടെ പരിപാടി നല്ല രീതിയിൽ തീർക്കാനാണ്, അല്ല കുളവാക്കാനല്ല. ആന്തരി സുരക്ഷ എന്നെ ഒരു ആക്കിയൊരു പറഞ്ഞില്ല. നീ കയറിയാകും. എനിക്കറിയാം പറയാം. അല്ല മെമിക്രിയൊക്കെ പറയാമേ. പക്ഷേ അല്ല പോലീസുകാരെല്ലാം കൂടെ എന്തോ ഒരു ചർച്ച കൊറേ നേരം ആയല്ലേ. നമ്മൾ അസോസിയേഷന്റെ മീറ്റിങ്ങിനെ പറ്റി പറയാറുണ്ടമ്മ, പ്രോഗ്രാമിനെ പറ്റിയിട്ട്. അല്ല മതി, ഇനി സംസാരം മതി. വല്ലതൊക്കെ കുടിച്ചിട്ട് വരി. അമ്മ ഞങ്ങൾ ഇപ്പം കുടിച്ചോളൂ, എന്തായാലും വന്നതല്ലേ, നമ്മൾ കഴിച്ചിട്ടേ പോണുള്ളൂ. അയ്യോ സന്തോഷേ ഉള്ളു, സന്തോഷേ ഉള്ളു. നമുക്കൊന്ന് വേണേ ഇപ്പം കഴിച്ചല്ലേ ഉള്ളൂ ഇതിന്. പണ്ട് ഇതുപോലെ ആയിരുന്നല്ലോ മക്കളെ. എവന്റെ അച്ഛൻ ഉള്ളപ്പോഴ് പോലീസുകാരെയും കൊണ്ട് എന്റെ വീട്ടിൽ വരും. എനിക്ക് വെച്ച് വിളമ്പാനേ സമയമുള്ളൂ. ഇപ്പൊ മോനും അങ്ങനെ വെച്ച് വിളമ്പാനേ വരി, ഞാൻ ഉണ്ടാക്കാം. ശരി വരാം വരാം. അമ്മ ഭയങ്കര സ്നേഹമാണ് പ്രത്യേകിച്ച്. തന്നില്ല ആഹാരം എന്ന് പറഞ്ഞപ്പോ ശരിയാണ് സാറേ. അപ്പൊ- ആഹാരം എന്ന് അല്ല, പറഞ്ഞപ്പോ അല്ല, അത് തന്നെ. ആ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ നിനക്ക് പിന്നെ ഞാൻ ഏറ്റല്ലോ. ആ ശരി ശരി. ഓ ഓക്കെ ഓക്കെ. പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗ് വീട്ടിന്റെ മുറ്റത്തായ അത് രാഷ്ട്രീയക്കാർക്ക് മാത്രം സംഘം ചേർന്നാ മതിയാ. രാഷ്ട്രീയക്കാർക്ക് സംഘം ചേരാനാണ് പാർട്ടി ഓഫീസ് ഉള്ളത്. പിന്നെ മാത്രമല്ല, രാഷ്ട്രീയക്കാർ സംഘം ചേർന്ന പരാതികളൊന്നും വരാറില്ല. പക്ഷെ പോലീസുകാർക്കെതിരെ പരാതി വന്നിട്ടുണ്ട്. ഓ അതിനിടയ്ക്കൊന്നും സംഭവിച്ചോ സാറേ? ആ അതല്ല, വേറെ പലതും സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പൗരൻ പോലീസുകാർക്കെതിരെ ഒരു വലിയ പരാതി തന്നിട്ടുണ്ട്. ആ പരാതി ഞങ്ങൾ DDT പാർട്ടി ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. അതിനെതിരെ നടപടി ഉണ്ടാവുകയും ചെയ്യും. നിന്റെ പാർട്ടി 4, 3, 7 വരെയുള്ള ഈർക്കിൽ പാർട്ടി. സുരേഷ് സാറേ, ഈ കട്ടർമെന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത്രേ ഉള്ളൂ അത്. പക്ഷെ അത് കയറി അങ്ങ് കടിക്കാണ്ടല്ല, ഉപ്പാട് വരും. കടിക്കണേന് മുമ്പേ തറയിലിട്ട് ചവിട്ടി ഇങ്ങനെ കളയും. പക്ഷെ അത് കടിക്കണത് ചെരുപ്പിനകത്ത് കയറി ഇന്ന് കടിച്ചാൽ നിങ്ങൾ എവിടെ ഇട്ട് ചവിട്ടും? എന്ത് ചവിട്ടില്ല. അയ്യോ അതുകൊണ്ട് എങ്ങനെ സഹിക്കണം സാറേ ഇതിനെ? അയ്യോ, അത് സഹിക്കണം, അവൻ സഹിച്ചോളും. ഞാൻ അവനെ സഹിക്കുന്നുണ്ട്, അവൻ എന്നെ സഹിക്കുന്നുണ്ട്. സാർമാർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. യൂണിഫോത്തിലാണ് വന്നിരുന്നെങ്കിൽ മിണ്ടൂലായിരുന്നു. ആ പിന്നെ യൂണിഫോം നമ്മൾ കാണാത്ത യൂണിഫോം അല്ലേ? വെള്ളം ഇട്ട് അങ്ങ് നടക്കും. എന്തൊരു പാവം. നമ്മളെ കാണാൻ പോരുമാരി ആക്കിയുള്ളൊരു സംസാരവും സ്ഥിരമുണ്ട് അത്. അല്ല അത് പഴയ ചുരുക്ക അന്നത്തെ മറ്റേ വീടിന്റെ കാര്യത്തിലല്ല, ചുമ്മാ അവൻ തമാശക്കാണ്. ഇത് എന്നാൽ ഈ പോലീസുകാർക്കൊരു പരാതി കൊടുത്തത് അത് സാറിന് മനസ്സിലായിരുന്നു. സാറിന് മനസ്സിലായി. അതാ നാടാക്കാരൻ തമ്പി തന്നെ, അല്ലാതാരും. പക്ഷെ വേറെ രസം കേട്ടോ, അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലീറ്റോ ആരും ചെറിയ ആളൊന്നുമല്ല. അവനൊരു നീർക്കോലിയാണ്. അത്താഴം മുടക്കാൻ മാത്രം മതി. പരാതി മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ കാര്യങ്ങൾ. സോഷ്യൽ മീഡിയ അവരോട് നമുക്കിതിരെ ഒരു പരാതി കിട്ടി അവർ നമ്മളടുത്ത് നാറ്റിക്കണം. അത് ബ്ലോക്ക് ചെയ്യാൻ നോക്കണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, തമ്പി ഇവിടെ നിന്ന് ഓടിക്കണം. പിന്നല്ലാതെ അതേതാ. അല്ല തമ്പിയെ നമ്മളായിട്ട് ഓടിക്കണ്ട, പിന്നെ വേറെ തന്ത്രമുണ്ട്. എന്തായാലും അവനോട് ഓട്ടിച്ചേ പറ്റൂ. സൂബി ഒറ്റ മോളാണോ? അല്ല അനിയത്തിയുണ്ട്. അനിയത്തി എന്ത് ചെയ്യണു? അവളിപ്പോ ഡിഗ്രിക്ക് പഠിക്കുന്നു. വീട്ടിൽ പിന്നെ ഉപ്പ എന്ത് ചെയ്യണു? ജോലിയുണ്ടോ ഉപ്പയ്ക്ക്? ഇപ്പൊ ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ പോന്നു, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് അവിടെ? കൊതുകുണ്ടോ? അയ്യോ ഭയങ്കര കൊതു ചേച്ചി. മേലും ഉണ്ടല്ലേ? പിന്നെ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച താഴ് മാത്രമേ ഉള്ളായിരിക്കും കൊതു. പിന്നെ അവിടെ എന്തോ പോയക്കാനാ ചേച്ചി. അത് ശരിയാ. എന്താണ് ഗുണം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ഇവരോട് സംസാരിക്കലെന്ന്? പിന്നെ എത്ര സംസാരിക്കാനാണ് കാര്യം? എന്ത് കയറി പൊടിയാത്?
എന്തുവാ തമ്പിച്ചേട്ടാ ഒരു കുമ്പിയാണെന്നും ഇല്ല. ഇങ്ങോട്ടൊന്ന് കയറുമൊന്നും വേണ്ട, കൊച്ചിനൊന്നും സംസാരിക്കാൻ വേണ്ട. എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മേളിൽ പോകും. ഞങ്ങൾ താഴെ തറയിലുള്ളവരാ, തറ കേട്ടോ, താഴെ അയൽവാസികളാകുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് മിണ്ടാതെ അത് വേണ്ട. എന്തിനാ അതിന്റെ ആവശ്യമില്ലല്ലോ എന്നേ. ഇങ്ങോട്ട് സ്നേഹം കൊണ്ട് അങ്ങോട്ട് സ്നേഹം കൊണ്ട് അത്രേ ഉള്ളൂ. നീ പോ, 4 മണി തുറക്കാൻ തരും. ഞാൻ പോടി കയറി പോ, വീട്ടിൽ തീർത്തുണ്ട് പോയാ കൂട്ട്. പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ കേൾക്കുന്നുണ്ട് നിനക്ക്. എന്തോടാ എന്റെ പെണ്ണുപിള്ളേർ സംസാരിക്കണേ? എന്റെ പെണ്ണുപിള്ള എന്റെ പെണ്ണുപിള്ളോട് ഇയാളെന്ത് പറഞ്ഞേ? ഇല്ല ഒന്നും ഇല്ല ഇയാളെന്ത് പറഞ്ഞേ? നിങ്ങളുടെ പെണ്ണുപിള്ള എന്റെ പെണ്ണുപിള്ളോട് നുണ പോയി പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഇവിടെ വന്നപ്പോ ഇയാൾക്കുള്ള സൂക്കേടാണ് ഇയാൾക്ക്. എന്ത് സൂക്കേട്? ഇയാൾ വളർത്തുന്നതാണോ സംസാരിക്കുന്നത്? നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ വേറെ താമസിക്കും. ഇയാൾ കൂടുതലൊന്നും പറയണ്ട. അതന്നെ എന്നോട് കൂടെ പറയണം. ഞാനും ഇതുപോലെ കാക്കയെ കിട്ടും ഒരുപാട് അഭിനയിച്ചുള്ളതാണ്. ഞാൻ SP ആയിട്ടും IG ആയിട്ടും സർക്കിളായിട്ടും പോലീസുകാരായിട്ടൊക്കെ അഭിനയിച്ചുള്ള ദാമ്പത്യം നേർന്ന പോലീസുകാരന് അവാർഡ് വരെ വാങ്ങിയവരാണ് ഞാൻ. എന്റെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയ വ്യാപാരി പോലും കിടക്കൂല. പിന്നെ താഴെ കൊണ്ട് വെക്ക്. എന്തോന്നറിയാം സാർ ഇത് കണ്ടത് സാർ, എന്നെ വെക്കിട്ട് കയറും സാർ. പുള്ളി താമസത്തിന് വന്നവരെ തുടങ്ങിയ ഇത് സൂക്കേട് കണ്ടോ, അതിലൊക്കെക്കാരനാ സാറും പോലീസുകാരനാ. അതുകൊണ്ട് എന്റെ ശങ്ക സാർ അറിയോ? സാറ് പറഞ്ഞു കൊടുത്തു സാറേ, വെക്കിട്ട് കയറും. നിനക്കടെ ആവശ്യമുള്ളൂ, കേട്ടോ. എന്റെ കൈ കിട്ടി. നമുക്ക് കാണാം. നോട്ടം നിക്ക എന്ത് മനുഷ്യനാണോ ഇത്? ആ തമ്പിക്കിട്ട് പൊട്ടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലല്ലോ. ഇനി ഇടപെടണ്ട, ഞാൻ നോക്കിയോളാം. അല്ലേ എന്തോന്ന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി എനിക്കാണ്. ലോക്കപ്പിനകത്ത് 2 എണ്ണം കിടപ്പുണ്ട്. അവന്മാർ 2 എണ്ണത്തിനെ തുറന്നു വിട്ടിട്ടെ അമ്മ ഒരു നല്ല ചാമ്പ് ചാമ്പിട്ട് അങ്ങ് പോയിക്കോളും. ചെയ്യണമെങ്കിൽ ഇന്ന് ചെയ്യണം. ഇന്ന് ചെയ്യാം. ഡേയ്, എന്താടാ ഞാൻ വർഷോപ്പ് ഏത് വർഷോപ്പ്? അവിടെ എന്താടാ അത്? ഇത് ടൂൾസ് കൊണ്ടുണ്ടോ? തുറക്കടാ അത്. അച്ചമ്പി ടൂൾസാ? നീ പട്ടാ പോലെ ടൂൾസ് കൊണ്ട് കിടക്കണാടാ? അല്ല വണ്ടിയുടെ കഞ്ചാവില്ലാടാ അത്? അല്ല വണ്ടിയുടെ പണി സത്യം പ്രധാനം മാതാവാണ്. നിനക്കും വെച്ചിട്ടുണ്ട്. ഞാൻ നീ കുറച്ച് ദിവസം നീ ഇവിടെ നിന്ന് വളയാൻ തുടങ്ങിട്ട്. അച്ചമ്പി മച്ചമ്പി പോടാ. പെട്ടെന്ന് ഇനി അവൻ നോക്കിക്കോളൂ. നിങ്ങളുടെ സ്റ്റേഷനിലെ പുതിയ SI എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വന്നല്ലേ ഉള്ളു, പരിചയപ്പെട്ടൊക്കെ വരുന്നു. ഇത് നേരത്തെ അറിയാൻ പുള്ളിയാ, നമ്മളാളാണ്. SIയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറെ കേസിൻ്റെ അടുത്ത് പറയാൻ വെച്ചാ, ഇവിടെ ഒരു സഹപ്രവർത്തകൻ ഇവിടെ തൊട്ടയിലൊക്കത്തെ താമസത്തിന് വന്നല്ലോ, മമ്മൂട്ടി. മമ്മൂട്ടി സാറിനോട് വെറുതെ ആ പാവം തമ്പിയുടെ മേൽ കുതിര കയറില്ലേ എന്നൊന്ന് പറഞ്ഞേക്കും. നീ ആ തമ്പേൻ്റെ അടുത്തും പറഞ്ഞേക്കണം, വെറുതെ അവന്റെ മേളിൽ കഴുത കയറുന്നു. നമ്മൾ വിചാരിക്കുന്ന ആളല്ല അവൻ. ഇവിടെ തമ്പി എന്തോന്ന് അവൻ നാടകം പറഞ്ഞ് അത് വേണ്ടി കളിച്ച് കിടക്കണം, അയാളൊരു പാവം. പക്ഷേ ഈ മമ്മൂട്ടി വന്ന ഉടനെ പോലീസ് മുറകളുടെ ഷോ എല്ലാം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ആ പാവം തമ്പിയെ ഒരുപാട് രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്, കാര്യമായിട്ട് പറയുന്നു. പിന്നെ ഇനിയൊരു കാര്യം കൂടെ പറയാം. തമ്പി സൈ കെട്ടിട്ട് ഒരു പരാതി എഴുതി എൻ്റെ കൊണ്ട് തന്നിട്ടുണ്ട്, ഒരു നീണ്ട പരാതി. അത് വായിച്ച് നോക്കിയാൽ അതിനകത്ത് എഴുതിക്കണ കണ്ടാൽ ഈ മമ്മൂട്ടിയെ പിന്നെ പോലീസിലേ വെച്ചേക്കില്ല. ആ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരു തമ്പി എഴുതി തന്നേക്കണത്. പിന്നെ ഞാനത് കൊടുക്കാത്തത് വേറൊന്നും കൊണ്ട് നിന്നെ ഒറ്റ ഒരുത്തനെ ഓർത്തിട്ടാണ്. നമ്മളൊരാളി ഇവിടെ ഇരിക്കണം, ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ പരാതി കൊണ്ട് ഇനി മേളിലും എല്ലാം കൊടുത്ത് വെറുതെ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാത്തത്. സത്യം അത് നന്നായി അളിയാ, കാരണം ഇങ്ങനത്തെ അളിയനോട് ഉണ്ടെന്ന് അളിയൻ ഓർത്തല്ലോ. നമുക്ക് വിചാരിക്കാതിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അവന്റെ പാട്ടുകാരൻ്റെ അടുത്തങ്ങ് കൊടുത്തളെ. പിന്നല്ല പറയാനത് മര്യാദ വേണം. എന്ത് നീ അങ്ങനെ സംസാരിക്കണേ? പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? പാർട്ടിക്കാരെ നിനക്ക് ശരിക്കും അറിഞ്ഞൂടാത്തോണ്ടാണ് കേട്ടോ. പാർട്ടിക്കാർ വിചാരിച്ചാൽ പലതും ചെയ്യാൻ പറ്റും. ചെയ്തത് വെച്ചിട്ട് ഇന്ന് പല കാക്കിയിട്ട ഏമാമാരും പല പാർട്ടി നേതാക്കന്മാരുടെയും വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അളിയാ, അത് പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരും. ഇത് വീട്ടിൽ പാർട്ടിയും പാർട്ടിയുടെ ചോട്ടാ നേതാക്കൾ. മതി, DDT എന്താണെന്നുള്ളത് തന്നെ ഞാൻ അറിയിച്ചു തരണോ? വേണോ? അതെ, ഉറുമ്പിനെ കൊല്ലാൻ മാത്രമല്ല നീ പറയും പോലെ, അത് കൃമികളെ കൊല്ലാൻ ഉപയോഗിക്കും കേട്ടാ. അതിന് കൊള്ളും. ഉറുമ്പിനെ കൊല്ലാല്ലാതെ കൃമികടി ഉള്ളവന്മാർക്കുള്ള പണി ഞാൻ കൊടുക്കും. അങ്ങനെ ഇൻസൾട്ട് ചെയ്തത് ഞങ്ങളെ പാർട്ടി എന്താ? പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വളരെ സഭ്യമായിട്ടല്ലേടാ ഞാൻ സംസാരിച്ചത്. നിർത്ത് കഴിച്ചായിരുന്നു. പിന്നല്ലാതെ ഇങ്ങനെ സംസാരിക്കണം എന്തിനാണ്? ഞാൻ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കാറുന്നല്ലോ. അവനല്ലേ വെറുതെ മമ്മൂട്ടി കുറ്റം പറഞ്ഞു തുടങ്ങിയത്. കാര്യം പറഞ്ഞ് കാര്യത്തിലങ്ങ് അവസാനിക്കണം, വഴക്കുണ്ടാക്കാൻ നോക്കും. പിന്നെ കാര്യം പറഞ്ഞപ്പോ എന്നെ കളിയാക്കില്ലേ, അപ്പൊ എന്നെ ഇൻസൾട്ട്. സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാനെന്ന് പറയാം. ദൈവമേ, നിങ്ങൾ സമാധാനമായിട്ട് ഇവിടുന്ന് കഴിക്കാനും നിങ്ങൾ സമ്മതിക്കത്തില്ല. വലിയ കഷ്ടമാണ് കേട്ടാ. എന്തോന്ന് തൃപ്തിയായി രണ്ടിനും.
സമാധാനമായി. ഇവിടെ നടന്നല്ലോ നീ അറിഞ്ഞ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതറിഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി മച്ചമ്പി അറിയാത്തൊരു കാര്യം, ഞാൻ അറിഞ്ഞതുമായ ഒരു കാര്യം വേണം അങ്ങോട്ട് പറയാം. എന്തോന്ന്? തമ്പി എണ്ണതിരെ ഇവർ ഈ പോലീസുകാർ കൊട്ടേഷൻ കൊടുത്തേക്കും. ആ ലോക്കപ്പിൽ കിടക്കുന്ന നല്ല ഒന്നാം തരം ഗുണ്ടകളെ രാത്രിക്ക് രായ്മാനം ഇറക്കി തമ്പി എണ്ണ അടിച്ചവശനാക്കി നിലംപരിശാക്കാനാണ് പരിപാടി. അതുകൊണ്ട് ഈ തമ്പി എണ്ണ നിവേദനത്തിനകത്ത് കൂടുതൽ പ്രതികരിക്കാൻ നിൽക്കണ്ട. നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ഇറങ്ങുന്ന ഗുണ്ടകൾക്ക് നേതാവേദ അയലത്ത് തന്നെയാണെന്ന് അറിയത്തില്ല. അടി നല്ല പടപടപടപടേന്ന് കിട്ടും. നീ ഇതാരോടെങ്കിലും പറഞ്ഞോ? തമ്പിണ്ണോടൊരു സൂചന കൊടുത്തിട്ടുണ്ട്. ആരാ? ആരത്? ഞാനാ എവിടേക്ക്? ഞാൻ നാട് വിട്ട് പോവാ. ഇവിടെ നിൽക്കുന്നില്ല. അല്ല ശരിയാകത്തില്ല. നാട് വിട്ടു പോകുന്നത്? റൊണാൾഡോ പറഞ്ഞത് കേട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെയൊന്നും പേടിക്കണ്ട. ഇവിടെ നിയമവും പോലീസും ഒക്കെ ഉണ്ട്. അല്ല ഇപ്പൊ പോലീസുകാരെ എനിക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നേ. അപ്പം ഞാനത് കണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. നമ്പിച്ചേട്ടാ, അതിനും വലിയ പോലീസുകാർ നമ്മുടെ കൈവശം ഉണ്ടെന്നേ. അതെനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്തേ, ഞങ്ങളെ DDT പാർട്ടി ഉണ്ടല്ലോ, നാളെ തന്നെ വലിയൊരു പരിപാടിയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് തമ്പിച്ചേട്ടൻ്റെ കൂടെ നിൽക്കാനായിട്ട്. അയ്യോ ഉപദ്രവിക്കരുതേ. നിങ്ങളുടെ ഉറുമോടി പാർട്ടിയല്ലേ? എനിക്ക് മനസ്സിലായി. ഞാനൊരു പരാതി അങ്ങോട്ട് തന്നില്ലേ, അത് കണ്ടം കൂട്ടം കീറി കളഞ്ഞു. ഞാൻ എവിടെയും പോയി പഴിച്ചോളാം. ശരിയാവത്തില്ല.